വയനാട് ഉരുൾപൊട്ടലിൽ മരിച്ച തിരിച്ചറിയാത്ത 6 മൃതദേഹങ്ങൾ ഹാരിസൺ മലയാളം ലിമിറ്റഡ് പ്ലാന്റേഷനിലെ ശ്മശാനത്തിൽ സംസ്കരിക്കുകയാണ്. വിശദാംശങ്ങളുമായി റിയാസ് ചേരുന്നു. റിയാസ്, ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ടോ? എന്തെല്ലാമാണ് വിവരങ്ങൾ? അനുപ്രിയ, ഇപ്പോൾ ഇവിടെ ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. 6 ശരീരഭാഗങ്ങൾ ഇന്ന് സംസ്കരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം, തിരിച്ചറിയാത്ത 6 ശരീരഭാഗങ്ങൾ. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ 6 ശരീരഭാഗങ്ങളാണ് ഇപ്പോൾ ഇവിടെ സംസ്കരിക്കുന്നത്. ഇന്നലെ വരെ തിരിച്ചറിയാത്ത 44 ശരീരഭാഗങ്ങളുമായിരുന്നു സംസ്കരിച്ചിരുന്നത്. ഇതോടുകൂടി 44 മൃതദേഹങ്ങളും 182 ശരീരഭാഗങ്ങളുടെയും സംസ്കാരം പൂർത്തിയാക്കുകയാണ്. കൃത്യം 9 ദിവസം മുൻപാണ്, ഈ 30-നാണ്, കഴിഞ്ഞ ജൂലൈ 30-നാണ് വയനാട് മുണ്ടക്കൈയിൽ കേരളക്കരയാകെ നടുക്കിക്കൊണ്ടുള്ള ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായത്. അതിൽ മരണം 400-ലധികം കവിയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോഴും തിരിച്ചറിയപ്പെടാത്തവരുടെ എണ്ണം 138 പേരെ കാണാതായതായി സർക്കാർ ഔദ്യോഗിക രേഖകൾ പ്രകാരം വ്യക്തമാക്കുമ്പോഴും അതിൽ കൂടുതൽ ഉണ്ട് എന്നുള്ളതാണ് നാട്ടുകാരുൾപ്പെടെ പറയുന്നത്. അതിൽ തന്നെ ആ ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞു പോയ സാധാരണക്കാരായ മനുഷ്യർ, അവരിലുള്ള തിരിച്ചറിയപ്പെടാത്ത 6 ശരീരഭാഗങ്ങളാണ് ഇപ്പോൾ ഇവിടെ സംസ്കരിക്കുന്നത്. ഈ ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ ലിമിറ്റഡിന്റെ 64 സെന്റ് ഭൂമിക്ക് പുറമെ വാങ്ങിയ 50 സെന്റ് അധികം ഭൂമി ആണ് ഈ പന്ത് നേരത്തെ ക്രമീകരിച്ചിരുന്ന. അതിന്റെ മേൽഭാഗത്താണ് ഇപ്പോൾ ഈ സംസ്കാരമെല്ലാം തന്നെ പുരോഗമിക്കുന്നത്. നമുക്ക് കാണാം, വിവിധ സന്നദ്ധ പ്രവർത്തകർ, വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട സന്നദ്ധ പ്രവർത്തകർ, ഒപ്പം ഇവിടെ ഇപ്പോൾ സ്ഥലം MLA ടി സിദ്ദീഖ് അടക്കമുള്ളവർ, വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ അടക്കമുള്ള പ്രമുഖരുടെ സാന്നിധ്യത്തിലാണ് ഈ ഒരു സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. നേരത്തെ 4 മണിക്ക് സംസ്കാര ചടങ്ങുകൾ തുടങ്ങുമെന്നായിരുന്നു പറഞ്ഞത്. 4 മണിക്ക് മുൻപ് തന്നെ 2 ആംബുലൻസുകളായി ഈ 6 ശരീരഭാഗങ്ങൾ ഇവിടേക്ക് ആശുപത്രിയിൽ നിന്നും എത്തിച്ചു. അതിനുശേഷം സർവമത പ്രാർത്ഥന നടന്നു. ക്രൈസ്തവ മത, ഹൈന്ദവ മത, ഇസ്ലാം മത പ്രാർത്ഥനകളാണ് നടന്നു വരുന്നത്. ആ രീതിയിൽ തന്നെ ഏറെ തികഞ്ഞ ആദരവോടുകൂടിയാണ് ഈ 6 ശരീരഭാഗങ്ങളെയും യാത്രയാക്കുന്നത്. 6 ശരീരഭാഗങ്ങൾ എന്നുള്ളത് 6 വ്യക്തികളായി പരിണമിച്ചുകൊണ്ടാണ്, അതായത് ശരീരഭാഗങ്ങളാണ് ഇവിടെ സംസ്കരിക്കുന്നതെങ്കിലും അത് 6 മൃതദേഹങ്ങളായി തന്നെ പരിഗണിച്ചുകൊണ്ടുള്ള തികഞ്ഞ ആദരവോടുകൂടിയാണ് ഇവിടെ സംസ്കരിക്കുന്നത്. ഇതിൽ ചൂരൽമലയിൽ നിന്നും ഒപ്പം തന്നെ നിലമ്പൂരിൽ നിന്നുമെല്ലാം ലഭിച്ച മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ ചൂരൽമലയിൽ നിന്നും ലഭിച്ച മൃതദേഹങ്ങളാണെങ്കിൽ അത് തിരിച്ചറിയാൻ വേണ്ടി C എന്ന ഇംഗ്ലീഷ് അക്ഷരം ഉപയോഗിച്ച് ഓരോരുത്തരുടെയും നമ്പർ ഉപയോഗിച്ചുള്ള ഒരു രീതിയാണ് ഇവിടെ അടയാളക്കല്ലിൽ രേഖപ്പെടുന്നത്. നിലമ്പൂരിൽ നിന്നാണെങ്കിൽ N എന്നുള്ളതുമാണ് രേഖപ്പെടുത്തുന്നത്. അങ്ങനെയാണ് ഇവിടെ ഈ മൃതദേഹങ്ങളും ഒപ്പം തന്നെ ശരീരഭാഗങ്ങളും സംസ്കരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതോടുകൂടി 182 ശരീരഭാഗങ്ങൾ ഇതുവരെയായി സംസ്കരിച്ചു. 44 മൃതദേഹങ്ങളുമാണ് സംസ്കരിച്ചിരിക്കുന്നത്. സംസ്കാര ചടങ്ങുകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഒരുപക്ഷെ ആരാണെന്നോ എന്താണെന്നോ തിരിച്ചറിയപ്പെടാതെ അവർ മുണ്ടക്കൈയുടെയും ചൂരൽമലയുടെയും പ്രിയപ്പെട്ടവരായിരുന്നവർ ഇപ്പോൾ മണ്ണിലേക്ക് ആരാണെന്ന് പോലും തിരിച്ചറിയപ്പെടാതെ മടങ്ങുന്ന വേദനാജനകമായ കാഴ്ച തുടർച്ചയായി 4ാം ദിവസവും നമ്മൾ കാണുകയാണ്. ഈ പുത്തുമല ദുരന്തത്തിന് നാളെ 5 വർഷം തികയുകയാണ്. അതേ പുത്തുമലയിൽ 5 വർഷം മുൻപ് ഉരുൾപൊട്ടൽ ദുരന്തം നടന്ന അതേ പുത്തുമലയിൽ ഈ വർഷം ജൂലൈ 30-ന് മുണ്ടക്കൈയിൽ നടന്ന ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണപ്പെട്ടുപോയ, മണ്ണിനടിയിൽ പൊതിഞ്ഞുപോയ മനുഷ്യരുടെ തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ ഉൾപ്പെടെ, തിരിച്ചറിയാത്ത ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ ഇവിടെ സംസ്കരിക്കപ്പെടുകയാണ്. മുണ്ടക്കൈ ദുരന്തത്തിന്റെ സ്മാരകമായി പുത്തുമല വീണ്ടും മാറുന്നു എന്നുള്ളതാണ്. നേരത്തെ പുത്തുമല ദുരന്തം നടന്ന അതേ ഭൂമി ഇത്തവണ മുണ്ടക്കൈ ദുരന്തം നടന്നതിന്റെ സ്മാരകമായി മാറുകയാണ്. ഇപ്പോൾ ഈ സംസ്കരിച്ച ശരീരഭാഗങ്ങൾ അത് മണ്ണിട്ട് മൂടുകയാണ്. JCBയുടെയും പ്രവർത്തകരുടെയും എല്ലാം സഹായത്തോടെ അത് മൂടുന്നൊരു ദയനീയമായൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. റിയാസ്, ഇനിയിപ്പോൾ 152 പേരുടെ മൃതദേഹമാണ് ഇനി കണ്ടെത്താനുള്ളത്. ചാലിയാർ തീരത്തെ ദുർഘട മേഖലയായ സൺറൈസ് വാലി കേന്ദ്രീകരിച്ചാണ് ഇന്നലെ തിരച്ചിൽ നടത്തിയത്. ഇന്നത്തെ തിരച്ചിലിൽ എന്തെല്ലാമാണ് തെളിഞ്ഞത്? പുതിയ മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധിച്ചോ റിയാസ്?
എന്തായാലും ഇന്ന് വളരെ സജീവമായി തന്നെ തിരച്ചിൽ തുടർന്നു. കാരണം നേരത്തെ എല്ലാം തന്നെ ഉണ്ടായിരുന്നതിനേക്കാൾ ശക്തമായ തിരച്ചിലാണ് ഇന്ന് നടന്നത്. എന്തായാലും ഇപ്പോൾ 152 പേരാണെന്ന് സർക്കാർ ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ 152 പേരെ ഫോട്ടോയും ഉൾപ്പെടെയുള്ള കരട് രേഖയൂടി സർക്കാർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഈ കാണാതായവരുടെ ബന്ധുക്കൾ DNA പരിശോധനയ്ക്കായി അവരുടെ ബന്ധുക്കളുടെ രക്തസാമ്പിളുകൾ ശേഖരിക്കും. അതിന് ബന്ധുക്കൾ സന്നദ്ധമാകണമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഈ ദുരന്തത്തിൽ ഇതുവരെ ഔദ്യോഗികമായി 224 മരണമാണ് സ്ഥിരീകരിച്ചത്. 405 എന്ന മരണസംഖ്യ നമ്മൾ പറയുമ്പോഴും സർക്കാർ സംവിധാനം ഇതുവരെയായി 224 മരണമാണ് ഔദ്യോഗിക 178 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ദുർഘട മേഖലകളിൽ ഉൾപ്പെടെയുള്ള പരിശോധനയാണ് ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നത്. ഈ സാധാരണ നടക്കുന്ന ഇടങ്ങൾക്ക് പുറമെ നടന്ന ഒരു തിരച്ചിൽ എന്ന് പറയുന്നത് അതിൽ 9ാം ദിനത്തിലാണ് ഇന്നിപ്പോൾ തിരച്ചിൽ നടക്കുന്നത്. അതിൽ ഇതുവരെയായി കാര്യമായ ഒന്നും കണ്ടെത്തിയിട്ടില്ല എങ്കിൽ തന്നെയും ചാലിയാർ പുഴയിൽ പ്രത്യേക ദൌത്യസംഘത്തിന്റെ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിൽ ഇന്നലെ നടന്നിരുന്നു. അതിനുശേഷം ഇന്നും ഈ ഒരു തെരച്ചിൽ വളരെ സജീവമായി തന്നെ നടക്കുകയാണ്. ഒപ്പം ഇന്നിപ്പോൾ 138 പേരുടെ മിസ്സിംഗ് ലിസ്റ്റ്, അതായത് കാണാതായവരുടെ ഒരു ലിസ്റ്റ് കൂടി സർക്കാർ ഔദ്യോഗികമായി പുറത്തുവിട്ടിരുന്നു. ഈ 9ാം നാളിൽ തെരച്ചിൽ ഊർജിതമായി നടന്നത് മേഖലകളിലെ 6 മേഖലകളായി തിരിച്ചുകൊണ്ട് വിവിധ സേനാ വിഭാഗങ്ങളിൽ നിന്നുള്ള 1026 പേരാണ് തെരച്ചിൽ വ്യാപിപ്പിച്ചത്. അതിൽ തന്നെ കേരള പോലീസുണ്ട്, NDRF ഉണ്ട്, ഇന്ത്യൻ സൈന്യമുണ്ട്, NDMA റെസ്ക്യൂ ടീമുണ്ട്, ഡെൽറ്റ സ്ക്വാഡുണ്ട്, SOG ഉണ്ട്, കേരള തമിഴ്നാട് ഫയർ റെസ്ക്യൂ ടീമുകളുണ്ട്, K9 ഡോഗ് സ്ക്വാഡുണ്ട്, ഫോറസ്റ്റ് ഉണ്ട്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ കൂട്ടായ ഒരു സംഘടനാ സംവിധാനത്തെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിൽ നമുക്ക് വൈറ്റ് ഗാർഡ് അംഗങ്ങളെ, യൂത്ത് ലീഗിന്റെ വൈറ്റ് ഗാർഡ് അംഗങ്ങളെ കാണാം, CPIയുടെ AIYFന്റെ പ്രവർത്തകരെ നമുക്ക് കാണാം, DYFI പ്രവർത്തകരെ കാണാം, SDPI പ്രവർത്തകരെ കാണാം, ഒപ്പം തന്നെ വെൽഫെയർ പാർട്ടിയുടെ പ്രവർത്തകരെ, അങ്ങനെയുള്ള ഒരു വിപുലമായൊരു സംവിധാനം, സേവാഭാരതിയുടെ പ്രവർത്തകരെ എല്ലാം തന്നെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഈ ഒരു ദുരന്ത മേഖലയിൽ തന്നെ ഇവിടെ സജീവമായി പ്രവർത്തിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രവർത്തകർ സമാനതകളില്ലാത്തൊരു ടീമുകളിലായി 524 സന്നദ്ധ പ്രവർത്തകരാണ് ഇന്ന് സന്നദ്ധ പ്രവർത്തകർ മാത്രമായി ഈ തെരച്ചിലിന്റെ ഭാഗമായത്. 1026 സേനാ വിഭാഗങ്ങൾക്ക് പുറമെയാണിത്. പുഞ്ചിരിമറ്റം, മുണ്ടക്കൈ, ഒപ്പം തന്നെ ഈ വെള്ളാർമല സ്കൂൾ പരിസരം, ചൂരൽമല ടൗൺ, പിന്നീട് പരിസരം, പുഴയുടെ താഴെ ഭാഗം എന്നിവിടങ്ങളിലാണ് നിലവിൽ പരിശോധന നടത്തുന്നത്. അതിനായി 54 ഹിറ്റാച്ചികളും 7 JCBകളും മറ്റ് യന്ത്രങ്ങളും ഒക്കെ ഉപയോഗിച്ചിരുന്നു. ഇതുവരെ വയനാട്ടിൽ നിന്നും 148ഉം ഒപ്പം തന്നെ നിലമ്പൂരിൽ നിന്നും 76 മൃതദേഹങ്ങളാണ് ഔദ്യോഗികമായി കണ്ടെത്തിയത്. വയനാട്ടിൽ നിന്ന് 28, ഒപ്പം നിലമ്പൂരിൽ നിന്ന് 161, അങ്ങനെ 189. ശരി റിയാസ്, ഇപ്പോൾ വയനാട് ഉരുൾപൊട്ടലിൽ തിരിച്ചറിയാനാകാത്ത 6 ശരീരഭാഗങ്ങളുടെ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം 152 പേരുടെ മൃതദേഹങ്ങൾ ഇനിയും കണ്ടെത്താനുണ്ട്. അതിനുവേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്.